ആക്കി ഈ സമ്മേളനം മനോഹരമാക്കി ഇന്നതിൻ്റെ അവസാന ഘട്ട പരിപാടികളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ സജി KP, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി മത്തായി, ബിൻസി ചെറിയക്കർ നമ്മുടെ മെമ്പർ, വിദ്യാഭ്യാസ നിധിയുടെ ചെയർമാൻ ശ്രീ KP ശിവൻ, കുടുംബയോഗത്തിൻ്റെ ജോയിൻറ്റ് കൺവീനർ സന്തോഷ്, വിദ്യാഭ്യാസ നിധിയുടെ സെക്രട്ടറി ഡോക്ടർ സരീഷ് കുമാർ. വിദ്യാഭ്യാസ നിധി ശരിക്കും ഗുരുവിൻ്റെ പദ്ധതിയാണ്. വിദ്യാഭ്യാസ നിധി ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശിവഗിരി ഭഗവാൻ ഒരു കാണിക്ക തന്നെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു വിദ്യാഭ്യാസ നിധിക്ക് വേണ്ടി. ഗുരുവിൻ്റെ ധർമ്മ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഗുരുവിൻ്റെ ഭൗതിക സ്വത്ത് സമ്പാദനത്തിനൊക്കെ വേണ്ടിയും വിദ്യാഭ്യാസ സ്ഥാപനത്തിനൊക്കെ വേണ്ടി ഭഗവാൻ ആരംഭിച്ചതാണ് വിദ്യാഭ്യാസ നിധി. അതൊരു ഗുരുവിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വിദ്യാഭ്യാസ നിധിയുടെ ഈ സ്കോളർഷിപ്പുകൾ ഏറ്റുവാങ്ങിയ കുട്ടികൾ ശരിക്കും വിദ്യാഭ്യാസ നിധി കളത്തൂരിൻ്റെയോ കുമാരനാശൻ കുടുംബയോഗത്തിൻ്റെയോ പൈസയല്ല ഏറ്റുവാങ്ങിയിരിക്കുന്നത്. മഹത്തുക്കളായ വ്യക്തികൾ അവരുടെ അധ്വാനത്തിൽ നിന്നും കരുതി വച്ച ദശാംശങ്ങളാണ് ഇന്ന് നിങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. തികച്ചും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇത് നിങ്ങൾ വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഗുരു മഹത്തുക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുമാരനാശാനെ മൈസൂറിലും ബംഗാളിലും ഒക്കെ അയച്ചു പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഡോക്ടറാകണമെന്നായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ ആഗ്രഹം. പക്ഷേ അതിൽ പഠിക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ, പഴയ മഹാരാജാസ് കോളേജിൽ സംസ്കൃതത്തിലാണ് അദ്ദേഹം ചേർന്നത്. പിൽക്കാലത്ത് കൊച്ചിയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിക്കൊണ്ട് കൊച്ചിയുടെ വികസന നായകനാവാനും തിരുക്കൊച്ചിയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകാനും അന്നേ രാഷ്ട്രീയത്തിൽ കണ്ട അപചയങ്ങൾ അതിൽ മനം തൊന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ട് സേവനത്തിലേക്ക് കടന്നു വന്ന സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ പരമാധ്യക്ഷനായിരുന്ന നടരാജ ഗുരു, പിൽക്കാലത്ത് ഗുരു നിത്യചൈതന്യയും മുനിയും പ്രസാദുമൊക്കെ ഈ ഗുരുകുലത്തെ സമ്പന്നമാക്കി. അങ്ങനെ നടരാജ ഗുരുവിനെ ഫ്രാൻസിലയച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത്. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ നിധിയുടെ ചെയർമാൻ ശ്രീ KP ശിവൻ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. അത് ഗുരു വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ നിധി എന്ന ആശയത്തിലേക്ക് ഞാനത് എടുത്തു കാട്ടുകയും ചെയ്തു. ഒരു സാമൂഹിക പ്രതിബദ്ധത. നാം രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് രാജ്യം എന്തു നേടിത്തന്നു എന്നുള്ളതല്ല, നമുക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. അപ്പം കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ഈ സംവിധാനം ഒരു സാമൂഹിക പ്രതിബദ്ധത പുലർത്തുകയാണ്. ആ ഒരു സ്നേഹം സമൂഹത്തോട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.